ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ എത്തിക്സിനെ പറ്റിയിട്ടാണ്. പാർട്ട് 2 സെക്ഷൻ ഓഫില് ലേറ്റസ്റ്റ് ആയിട്ട് IMA ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടോപ്പിക്കാണ് ഡേറ്റ എത്തിക്സ്. സോ നമുക്ക് ഡേറ്റ അല്ലാതുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എത്തിക്കൽ വാല്യൂസ്, മോറൽ വാല്യൂസ്, ഒബ്ലിഗേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ടായിരിക്കും ഈ ഡേറ്റ എത്തിക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരു സിലബസിലേക്ക് ആഡ് ഓൺ ചെയ്തത്? നമ്മൾ തന്നെ എത്തിക്സിൽ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് കോമ്പീറ്റൻസ് ഉണ്ട്. ആ കോമ്പീറ്റൻസ് നിലനിർത്തുക എന്നുള്ളതാണ് ഡേറ്റ എത്തിക്സ് ആഡ് ചെയ്തതിന്റെ ഒരു റീസൺ. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡേറ്റയാണ്. നമുക്ക് ഗോൾഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജ്വല്ലറി ഐറ്റംസും മറ്റു പല കാര്യങ്ങളും വാല്യുബിൾ ആയിട്ട് തോന്നുമെങ്കിലും അതേപോലെ തന്നെ മൂല്യമുള്ള വലിയ തുകയ്ക്ക് വിറ്റഴിക്കപ്പെടുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ. അത് കസ്റ്റമേഴ്സ് ഡേറ്റ ആവാം, എംപ്ലോയീസ് ഡേറ്റ ആവാം, ഗവൺമെന്റ് ഡേറ്റ ആവാം, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ പേഷ്യൻസിന്റെ ഡേറ്റ ആവാം. ഇൻ എനി ഫീൽഡ് ഡേറ്റ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഹൈ വാല്യൂ. ആൻഡ് കോടിക്കണക്കിന് രൂപയാണ് ഡേറ്റയുടെ കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഡേറ്റ യൂസ് ചെയ്യുന്നതിന്റെയും കളക്ട് ചെയ്യുന്നതിന്റെയും ജനറേറ്റ് ചെയ്യുന്നതിന്റെയും ഷെയർ ചെയ്യുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പാലിക്കേണ്ട കുറെ എത്തിക്കൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് 5 ഡേറ്റ എത്തിക്സ് പ്രിൻസിപ്പിൾസ് ആണ്. സോ നോർമലി ഉള്ള ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഡേറ്റ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. റോ ആയിട്ടുള്ള വസ്തുതകളെയും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഫാക്റ്റുകളില്ലേ അല്ലെങ്കിൽ ഫിഗേഴ്സ് ഇല്ലേ, നമ്പേഴ്സ് ഇല്ലേ, ഇപ്പൊ ഒരാളുടെ ഉയരം എത്ര ആൾക്കാരുടെ ഏജ് ഗ്രൂപ്പ് എത്ര ആൾക്കാർ ഇന്റർനെറ്റിൽ പർട്ടിക്കുലർ ബ്രാഞ്ച് സെർച്ച് ചെയ്യുന്നുണ്ട്, എത്ര പേരുടെ ആധാർ നമ്പർ നമുക്ക് അവൈലബിൾ ആണ്, ഇതെല്ലാം ഡേറ്റയാണ്. എവറിത്തിങ് ഈസ് ഡേറ്റ. നിങ്ങളുടെ ഡ്രസ്സ് എന്താണ്, നിങ്ങൾ വാങ്ങിക്കുന്ന ഷൂസ് എന്താണ്, ചെരുപ്പ് എന്താണ്, ഡ്രസ്സ് എന്താണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോസ് എന്താണ്, ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, എവറിത്തിങ് ഈസ് ഡേറ്റ. ഡേറ്റയെ പ്രോസസ് ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്. ഡേറ്റയും ഇൻഫർമേഷനും കഴിഞ്ഞ് അതിന്റെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇൻഫർമേഷനോടൊപ്പം എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ചേരുമ്പോൾ അത് നോളജ് ആയിട്ട് മാറുന്നു. ഡേറ്റ ഇൻഫർമേഷൻ ആവുന്നു, ഇൻഫർമേഷനോടൊപ്പം എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ചേരുമ്പോൾ അത് നോളജ് ആവുന്നു. നോളജ് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻസൈറ്റ്സ് എന്താണ്? ഉൾക്കാഴ്ച. ബിസിനസിനെ സംബന്ധിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നടത്താൻ, ഫോർകാസ്റ്റിംഗ് നടത്താൻ എന്താവശ്യമാണ്? ഇത്തരം ഇൻസൈറ്റ്സ് ആവശ്യമാണ്. സോ ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? യു നീഡ് ഡേറ്റ. അടുത്ത വർഷം നമുക്ക് എത്ര സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, ഏത് മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് കൂടുതൽ, ഇതൊക്കെ കണ്ടെത്താനും അനലൈസ് ചെയ്യാനും ഡേറ്റ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് എന്തായാലും ഡേറ്റ എത്തിക്സ് എന്തുകൊണ്ട് ക്രൂഷ്യൽ ആണെന്നുള്ള 2 കാര്യം പറഞ്ഞിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ, ഡേറ്റ വളരെ ക്രൂഷ്യൽ ആവുന്നതിന്റെ 2 കാരണങ്ങൾ. ഒന്ന്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഡേറ്റ എന്നല്ല, ഡേറ്റ എത്തിക്സ് ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് അവരുടെ ബിസിനസിന്റെ ഒരു ഗുഡ് വിൽ ഉയർത്താനും അവരുടെ ബിസിനസിനെ പറ്റി പൊതുജനത്തിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇഫ് എ കമ്പനി ഡസ് നോട്ട് ഹാൻഡിൽ ദ ഡേറ്റ ഓഫ് ദർ കസ്റ്റമേഴ്സ് ഓർ എംപ്ലോയീസ്, ദെൻ പബ്ലിക്കിനിടയിൽ അവരെ ഒരു മോശമായ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മളൊരു വില്ലൻ നേച്ചർ കൊടുക്കുന്ന കമ്പനി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനി വ്യാപകമായിട്ട് ഡേറ്റ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ ഡേറ്റ അഡ്വർടൈസേഴ്സിന് സെല്ല് ചെയ്തിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ, ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളുടെ ഡേറ്റ നമ്മളുടെ അറിവോടുകൂടി അല്ലാതെ എടുക്കുകയും ഷെയർ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടെടുക്കുന്ന ഡേറ്റാസ് ഉണ്ട്. നമ്മളെല്ലാത്തിനും അലോ 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 ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് നമ്മളോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടെടുക്കുന്ന ഡേറ്റ ചിലപ്പോൾ അവർ അവരുടെ യൂസിന് വേണ്ടി എടുക്കുമെന്നായിരിക്കും നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഈ കമ്പനീസ് ഒക്കെ എന്ത് ചെയ്യും? ഇത് പല തേർഡ് പാർട്ടീസിനും, അഡ്വർടൈസേഴ്സ് അല്ലാത്ത തേർഡ് പാർട്ടീസിന് ഉൾപ്പെടെ ഇത് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. വേറെ കമ്പനികൾക്ക് ഇത് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് ഒരു കമ്പനി അവരുടെ കസ്റ്റമർ ബേസിങ്ങിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ദേ നീഡ് ഡേറ്റ. അപ്പൊ അവർ ഓൾറെഡി ഡേറ്റ ഉള്ള കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി വലിയ തുക കൊടുത്ത് ഈ ഡേറ്റാസ് ഒക്കെ പർച്ചേസ് ചെയ്യും, വിച്ച് ആർ അഗെയിൻസ്റ്റ് എത്തിക്കൽ ഹാൻഡ്ലിംഗ് ഓഫ് ഡേറ്റ. അപ്പൊ ഫേസ്ബുക്ക് ഇതിന്റെ പേരിൽ ഏറ്റവും, മെറ്റ എന്നാണ് ഇപ്പൊ കമ്പനിയുടെ പേര്, ഈ കമ്പനി ഡേറ്റ ഹാൻഡ്ലിംഗിന്റെ പേരിലും ഡേറ്റ അൺഎത്തിക്കൽ പ്രാക്ടീസസിന്റെ പേരിലും ഒക്കെ ഒരുപാട് ക്രൂസിഫൈ ചെയ്യപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ്. സോ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡേറ്റ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം, ഡേറ്റ എത്തിക്സ് പാലിച്ചിരിക്കണം. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി.
ഈ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഡേറ്റയുടെ ഓണർ? ഇപ്പൊ നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ ഫേസ്ബുക്കിനോ വാട്സാപ്പിനോ യൂട്യൂബിനോ ഗൂഗിളിനോ ഒക്കെ കൊടുക്കുന്നു. നമ്മൾ അതിനകത്ത് അലോ ചെയ്യുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. സോ നമ്മൾ അനുവാദത്തോടു കൂടി ഈ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ഡേറ്റ ഓണർ അവിടെ? സാധാരണ രീതിയിൽ നമ്മൾ ഒരാൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും ഓണേഴ്സ് അല്ലേ? പക്ഷെ ഡേറ്റയുടെ കേസിൽ അങ്ങനെയല്ല. ആരാണോ ഡേറ്റ കൊടുക്കുന്നത്, ആരുടെയാണോ ഡേറ്റ, അയാൾ തന്നെയാണ് എല്ലാ കാലത്തും ആ ഡേറ്റയുടെ ഓണർ. ഇപ്പൊ നിങ്ങളൊരു ബൈക്ക് വാങ്ങിച്ചിട്ട് ആ ബൈക്ക് വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ എടുത്തോളാൻ പറയുകയാണെങ്കിൽ, പിന്നെ അയാളാണ് അതിന്റെ ഓണർ. എന്നാൽ ഡേറ്റയുടെ കേസിൽ അങ്ങനല്ല. ഇവിടെ നിങ്ങൾ ഈ ഡേറ്റ ആർക്കൊക്കെ കൊടുത്താലും ആർക്കൊക്കെ ഷെയർ ചെയ്താലും ഓണർ എന്ന് പറയുന്നത് ആരുടെ ഇൻഫർമേഷൻ ആണോ കൊടുക്കുന്നത് അയാൾ തന്നെയാണ് ഓണർ. എന്റെ ഡേറ്റയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ ആസ് എ കമ്പനി ഞാൻ തന്നെയാണ് ഓണർ. അതിന് നിങ്ങളുടെ കമ്പനി വേറെ ആർക്കൊക്കെ മറച്ചു വിറ്റാലും ആർക്കൊക്കെ ഷെയർ ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ ഞാൻ തന്നെയാണ് ഓണർ. നമ്മൾ തന്നെയാണ് ഓണേഴ്സ്. നമ്മളുടെ ഡേറ്റയുടെ ഓണേഴ്സ് നമ്മൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്താലും അത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറാണ്. ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടത് അവരുടെ സ്വന്തമാവില്ല. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും നിങ്ങൾ അയക്കുന്ന മെസ്സേജും എവറിത്തിങ്, നിങ്ങളുടെ ലൊക്കേഷനും ഒക്കെ നിങ്ങളുടെ ഡേറ്റയാണ്. അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഓണർ എപ്പോഴും ആരാണ്? നമ്മൾ തന്നെയാണ്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ആ ഓണർ ആരാണെന്നുള്ളത് ഓർത്തിരിക്കുക. കമ്പനിയല്ല ഓണേഴ്സ്, നമ്മൾ തന്നെയാണ് എല്ലാ കാലത്തും ഓണേഴ്സ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസിലേക്ക് വരാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ എത്തിക്സ് 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫെയർനെസ്, പ്രൈവസി, ട്രാൻസ്പെറൻസി, ഓണർഷിപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇതിൽ ഫെയർനെസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എത്തിക്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോമൺ വേർഡാണ് ഫെയർനെസ്. ഡേറ്റയുടെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഫെയർനെസ്സിനെ സൂചിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് എന്ന് പറയുന്നത് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? മനുഷ്യൻ പ്രൊസസ് ചെയ്യുന്ന റീസണിങ് സ്കില്ല്, കാൽക്കുലേറ്റിംഗ് സ്കില്ല്, കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ മനുഷ്യന് മാത്രമുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മനുഷ്യന്റെ സ്കില്ലുകൾ ഒരു മെഷീൻ പൊസസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുക. പക്ഷെ ഈ മനുഷ്യന്റെ എല്ലാ സ്കില്ലും എഐക്ക് അല്ലെങ്കിൽ മെഷീന് പൊസസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ചും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനോ മെഷീനോ പൊസസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്കൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കരുത്, ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആണ്. പക്ഷെ ഒരു എഐനെ ആ കോൺഷ്യസ്നെസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഒരാള് സന്തോഷവും സങ്കടവും കൂടെ ഒരുമിച്ച് വന്നിട്ട് കരയുന്നു, അയാൾ എന്ത് ഇമോഷനിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു മെഷീന് പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ലോകത്ത് 2 ടൈപ്പ് എ ആണുള്ളത്. ഒന്ന് സ്ട്രോങ് എ, മറ്റൊന്ന് വീക്ക് എ. സ്ട്രോങ് എയും വീക്ക് എ ആണ് ലോകത്തുള്ളത്. സോറി, ഇതിൽ സ്ട്രോങ് എ ലോകത്തില്ല. ആക്ച്വലി സ്ട്രോങ് എ തിയററ്റിക്കലി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടും കാണുന്ന ക്യാമറയാണെങ്കിലും ചാറ്റ് GPT ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? വീക്ക് എയിലാണ് വരുന്നത്. ഇറ്റ്സ് ഓൾ വീക്ക് എ. അതായത് വീക്ക് എയെ സംബന്ധിച്ച് അതിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടാസ്ക്, ആ ടാസ്ക് അത് ഗംഭീരമായിട്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനോ മനുഷ്യൻ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനോ ആർക്ക് സാധിക്കില്ല? വീക്ക് എക്ക് സാധിക്കില്ല. ഇപ്പൊ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആപ്പിളിന്റെ സിറി, സാംസങ്ങിന്റെ ബിക്സ്ബി, അലക്സ, ഇവർക്കൊക്കെ എന്താ ടാസ്ക് ഉള്ളത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക അല്ലേ? അവരെ കൊണ്ട് കാർ ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല. ആപ്പിൾ സിറിനെ കൊണ്ട് കാർ ഓടിപ്പിക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ കാർ ഓടിക്കാൻ പറ്റുന്ന ഉണ്ട്. ടെസ്ലയുടെ കാറിലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന കാറിലും എഡാസ് ഫീച്ചേഴ്സ് ഉള്ള കാറുകളുണ്ട്. അതായത് നിങ്ങൾ റൂട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഓടിച്ചോളും. ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ഡിസ്റ്റൻസും സ്പീഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് വളവൊക്കെ വരുമ്പോൾ വളച്ച് ട്രാഫിക്കിനിടയിൽ കൂടെ ഒക്കെ കയറി പോവാൻ കഴിവുള്ള ഡ്രൈവിംഗ് സ്കില്ലുള്ള ഉണ്ട്. പക്ഷെ ആ എക്ക് ചാറ്റ് GPT ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ക്യാമറ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറ്റത്തില്ല. അപ്പൊ ഓരോന്നിനും നമുക്ക് ഓരോ ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. വീക്ക് അങ്ങനെയാണ്. അതിന് മൾട്ടി ടാസ്കിങ് അത്ര പോസിബിൾ അല്ല. അറ്റ് എ ടൈം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതിലും 100% ആക്യുറസി നമുക്ക് പറയാൻ പറ്റില്ല. ദർ വിൽ ബി സം എറേഴ്സ്. ബട്ട്
മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യന് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ചിലപ്പം മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പം വേറെ ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾക്ക് എഐക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഡെസ്കിന്റെ മണ്ടയ്ക്ക് ഒരു ബുക്ക് ഇരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ ബുക്ക് എടുത്ത് വേറെ സ്ഥലത്തേക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഇതേ കാര്യം എഐനെ പഠിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അതുപോലെ തന്നെ എടുത്ത് വെക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, പിന്നെ അത് തിരിച്ച് ഇരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വെക്കാനാണെങ്കിൽ എഐനെ വീണ്ടും പഠിപ്പിക്കണം. ഇതൊക്കെ മനുഷ്യന് വളരെ സിമ്പിൾ ആണ്. എന്നാൽ മനുഷ്യന് സിമ്പിൾ അല്ലാത്ത ചില ടാസ്കുകൾ എഐ അതിഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയാണ്, ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക്. മനുഷ്യന് കുറെ അധികം എക്സ്ട്രാ സ്കിൽ ഉണ്ട്, എഐക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ സ്കിൽ ഉണ്ട്. എന്തായാലും ലോകത്ത് മനുഷ്യനുള്ള എല്ലാ സ്കില്ലുമുള്ള സ്ട്രോങ് എഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല. അത് തിയററ്റിക്കലി ബുക്കുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇനി കമ്മിങ് ബാക്ക് ടു അവർ എത്തിക്സ്, ഈ എഐനെ ട്രെയിൻ ചെയ്യുന്നത് പല രീതിയിലാണ്. നോർമലി ഡീപ്പ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അധികം മെക്കാനിസംസ് ഉണ്ട്, അതുവഴി ലേൺ ചെയ്യിപ്പിക്കും. നിങ്ങൾ പോലും ചില ചെറിയ രീതിയിലുള്ള ലേണിങ്സ് ഒക്കെ നടത്താറുണ്ട് എഐനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. ഇപ്പൊ ഗൂഗിളിന്റെ ക്രൗഡ് സോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്താണ് ആ വാക്ക്, അതായത് പേന കൊണ്ട് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഹാൻഡ് റൈറ്റിംഗ്സ് ആയിരിക്കും തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വേർഡ് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഫുഡൊക്കെ ടാഗ് ചെയ്യുക. മറ്റേ ട്രാഫിക് ലൈറ്റ് ഉള്ളത്, മൗണ്ടൻസ് ഉള്ളതൊക്കെ ടാഗ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പഠന രീതിയുണ്ട്. അപ്പൊ എഐനെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ തെറ്റാണെങ്കിൽ, അൺഫെയർ ആണെങ്കിൽ, ബയാസ്ഡ് ഡേറ്റ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എഐ പഠിക്കുന്നതും തെറ്റും, അതുമൂലം അത് എടുക്കുന്ന ഡിസിഷൻസും തെറ്റും. ഇപ്പൊ നിങ്ങൾ യഥാർത്ഥ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, എഐനെ ആദ്യമായിട്ട് ഹ്യൂമൻ ബീങ്സിന്റെ ഈ ഇമേജസ് ഒക്കെ വെച്ചിട്ട് ഇത് ഹ്യൂമൻ ബീങ്സ് ആണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തിരുന്ന ഡേറ്റ കൂടുതലും, അല്ലെങ്കിൽ സാമ്പിൾ ആയിട്ട് എടുത്തിരുന്ന ഡേറ്റ കൂടുതലും വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡേറ്റ ആയിരുന്നു, വൈറ്റ് സ്കിൻഡ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ സ്കിൻ ടോൺ ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹ്യൂമൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. മറ്റു ചില സ്കിൻ ടോൺ ഉള്ള ആൾക്കാരുടെ ഫോട്ടോസ് കാണിക്കുമ്പോൾ പറയുന്നത് ഇത് ഹ്യൂമൻ ബീങ്സ് അല്ല, ഇത് വേറെ എന്തോ ആനിമൽ ആണെന്നൊക്കെയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇത് ഭയങ്കര പ്രശ്നമല്ലേ? എഐനെ പോലും റേസിസ്റ്റ് ആക്കുന്ന അവസ്ഥയല്ലേ? സോ അവിടെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ഡേറ്റ കൊടുക്കുന്ന സമയത്ത് വൈറ്റ് സ്കിൻ ആൾക്കാരുടെ മാത്രം ഡേറ്റ ആണോ കൊടുക്കേണ്ടത്? അല്ല, അത് ഫെയർ അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്കിൻ ടോണിനും, ലോകത്ത് ഏതൊക്കെ സ്കിൻ ടോൺ ഉണ്ടോ, ഇല്ല ഇഷ്ടം പോലെ സ്കിൻ ടോൺസ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ, ജനറ്റിക്കൽ പ്രത്യേകതകൾ കൊണ്ട് തന്നെ അവരുടെ സ്കിൻ ടോൺസ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ ഡേറ്റയും കൊടുക്കണം. എല്ലാ കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റ കൊടുത്താലേ എഐക്ക് പഠിക്കാൻ പറ്റും. കാരണം മനുഷ്യനല്ല എഐക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ല. നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് മാത്രമേ അത് മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ. മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ല. മനുഷ്യൻ ചിലപ്പോൾ അതിന്റെ ചുറ്റും കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ മനുഷ്യൻ സംശയം തോന്നും, ഓക്കെ ഇവരും മനുഷ്യരെ പോലെയാണല്ലോ ഇരിക്കുന്നത്, പക്ഷെ ഇവരുടെ സ്കിൻ ടോൺ വേറെ ആണല്ലോ എന്ന് മനുഷ്യൻ ചിന്തിക്കും. പക്ഷെ എഐക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മൾ പഠിപ്പിക്കുന്നതേ അത് ചിന്തിക്കും. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽസിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഡേറ്റ ഫീഡ് ചെയ്ത സമയത്ത് ഈ വൈൽഡ് ആനിമൽസിന്റെ ഫോട്ടോയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് ദൂരെ നിന്നായിരിക്കും മിക്കപ്പോഴും ഷോട്ട് ചെയ്യുക ഫോട്ടോഗ്രാഫേഴ്സ്, കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ ആണല്ലോ. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഫോട്ടോയുടെ ഒരു പ്രത്യേകത, ഈ ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫോക്കസ്ഡ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും. അങ്ങനെ ഈ സിംഹത്തിന്റെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ഫോട്ടോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇഷ്ടംപോലെ ഡേറ്റേഴ്സ് സാമ്പിൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഈ എഐ അതിനകത്ത് പഠിച്ചൊരു പാറ്റേൺ ഇതാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിൽ അത് ആനിമൽ ആയിരിക്കും, വൈൽഡ് ആനിമൽ ആയിരിക്കും. അങ്ങനെയാ പഠിച്ചു വെച്ചത്. വിച്ച് മീൻസ് നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുത്തിട്ട് എഐനെ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആനിമൽ ആണെന്നായിരിക്കും എഐ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നത്. ഇതുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റയിൽ അൺഫെയർ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. So it's very important that artificial intelligence is one of the most important thing right now in the world. So when you teach AI നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, അതിനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത്, അതിനെ പഠിപ്പിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ എന്തായിരിക്കണം? ഫെയർ ആയിരിക്കണം. ഒരു ഇൻഇക്വാളിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ വേണം എഐനെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ പഠിപ്പിച്ചില്ലെങ്കിൽ എഐ റോങ് ഡിസിഷൻസ് എടുക്കും, എഐ ഡിസ്ക്രിമിനേറ്ററി ഡിസിഷൻസ് എടുക്കും, എഐ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ടുകൾ കൊടുക്കും. ചില ഹാക്കേഴ്സ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എഐന്റെ ഈ ഒരു പഠനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഇതിനകത്ത് ഈ എഐ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്ന പോലെയല്ല, ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ന്യൂമറിക്കൽ വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ തിരുത്തി കഴിഞ്ഞാൽ, ആ അൽഗോരിതം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ വിപരീതമായിരിക്കും ചിലപ്പോൾ അത് പഠിച്ചു വെക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
വി ഹാവ് ടു ബി വെരി കെയർഫുൾ. റീസെന്റ് ഗൂഗിളിന്റെ എ ആയിട്ടുള്ള ജെമിനയോട് ഒരു കുട്ടി ഒരു കാര്യം ചോദിച്ചു, എനിക്ക് ഹോംവർക്ക് ചെയ്യണം, ഈ ഹോംവർക്ക് എങ്ങനെയാ ചെയ്യുന്നത് എന്നൊരു ടാസ്ക് ചോദിച്ചപ്പോൾ റിപ്ലൈ കൊടുത്തത്, ഹോംവർക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മോനെ, നീ ഇതിലും ഭേദം മരിക്കുന്നതാണെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിപ്ലൈ എങ്ങനെ കൊടുക്കും? ഒരിക്കലും ഗൂഗിൾ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ഏതെങ്കിലും ഹാക്കേഴ്സ് ഇവരുടെ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രെയിനിങ്ങിനെ ഹാക്ക് ചെയ്തിട്ട് അതിനകത്ത് ചേഞ്ച് വരുത്തിയതായിരിക്കാം, ഒരു മാറ്റം വരുത്തിയതായിരിക്കാം. അപ്പൊ നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് സൂയിസൈഡിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഒരിക്കലും നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞു തരത്തില്ല. കാരണം അത് യൂസേജ് പോളിസിക്കെതിരാണ്, അതൊരു ശരിയായ കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തേക്കാം. നിങ്ങൾ ചാറ്റ് ജി പി ടി ഓൺ ആക്കിയിട്ട് ഹൗ ടു കമ്മിറ്റ് സൂയിസൈഡ് ഈസിലി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ എന്ത് റിപ്ലൈ വരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഒരിക്കലും നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാൻ തൂങ്ങിച്ചാവാം, ട്രെയിനിന്റെ ഫ്രണ്ടിൽ ചാടാം, പ്ലെയിനിൽ നിർത്തി ചാടാം, കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് ചാടാം, ഇങ്ങനെയുള്ള റിപ്ലൈസ് തരരുത് എന്നുള്ളതാണ് ഫെയർനെസ് ഉദ്ദേശിക്കുന്നതും. അത് തന്നു കഴിഞ്ഞാൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യില്ലേ, തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ, അല്ലെങ്കിൽ അവരെ തെറ്റായ പാതയിലേക്ക് നയിക്കുകയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവരുത് നമ്മുടേത്. അപ്പൊ ഫെയർനെസ് എന്ന പ്രിൻസിപ്പിൾ ഡേറ്റ എത്തിക്സിൽ കേട്ടാൽ നിങ്ങൾ അത് ഏറ്റവും കണക്ട് ചെയ്യേണ്ട വേർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടാണ്. എഐനെ ട്രെയിൻ ചെയ്യുന്ന ഡേറ്റ ഫെയർ ഡേറ്റ ആയിരിക്കണം, എങ്കിൽ മാത്രമേ എഐക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ, ശരിയായ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രൈവസി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അല്ലെ, സ്വകാര്യത. സോ നിങ്ങളുടെ സ്വകാര്യത മാനിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ ഷെയർ ചെയ്യുന്ന സമയത്തും ഡേറ്റ ഉപയോഗിക്കുന്ന സമയത്തും ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അനോണിമൈസേഷൻ, മറ്റൊന്ന് ഡിഫറൻഷ്യൽ പ്രൈവസി. അനോണിമൈസേഷനും ഡിഫറൻഷ്യൽ പ്രൈവസിയും. അനോണിമൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവിങ് ഐഡന്റിഫൈങ് ഇൻഫർമേഷൻ ഫ്രം ഡേറ്റ ടു പ്രൊട്ടക്ട് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ്. നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ ആരാണ് എന്ന വിവരം അത് മറച്ചു വെക്കുക എന്നുള്ളതാണ് അനോണിമൈസേഷൻ. അപ്പൊ എന്റെ ഡേറ്റ എടുക്കുകയാണ്, എനിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നും ഞാൻ എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നേടിയിട്ടുണ്ടെന്നും എനിക്ക് എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റയും ഉണ്ട്. പക്ഷെ അത് എന്റെ ഡേറ്റയാണെന്ന് എനിക്ക് ആർക്കും അറിയാൻ പാടില്ല. ബിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡേറ്റയാണ് ഇതെന്ന് ആരും അറിയരുത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുത്തോട്ടെ, ഇത്ര വയസ്സുള്ള ഈ ഒരു യുവാവിന് ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അയാളുടെ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്, അയാള് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞോട്ടെ, പക്ഷെ അത് ഞാനാണെന്ന് അറിയരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റയിൽ നിന്ന് എന്ത് ചെയ്യും, അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സാമ്പിൾ, ജോൺ ഡോ 35 ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ ജോൺ ഡോ എന്ന് പറയുന്ന അയാൾക്ക് 35 വയസ്സുണ്ട്, അയാൾ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അനോണിമൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ജോൺ ഡോ എന്ന പേര് അങ്ങോട്ട് മാറ്റും, ബാക്കിയുള്ള ഡേറ്റാസ് നിങ്ങൾ എടുത്തോ. അപ്പൊ എന്റെ ജോൺ ഡോ എന്ന് പറയുന്ന ആളുടെ ഡേറ്റയാണ് ഇന്ന് അറിയരുത്, ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അവർ ഉപയോഗിച്ചോട്ടെ. ഇതിനെയാണ് അനോണിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലപ്പോൾ പേരായിരിക്കും മാറ്റുന്നത്, അല്ലെങ്കിൽ അഡ്രസ് ആയിരിക്കും മാറ്റുന്നത്, ചിലപ്പോൾ ഫോൺ നമ്പർ ആയിരിക്കും മാറ്റുന്നത്. ആ വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി ഡേറ്റ ഷെയർ ചെയ്യും. പക്ഷെ അപ്പോഴും നമുക്ക് ചിന്തിക്കാം, അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ കണക്ട് ചെയ്തിട്ട് നമ്മൾ ആരാണെന്ന് കണ്ടെത്താൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റും. അപ്പൊ നിങ്ങളുടെ പിൻകോഡും നിങ്ങളുടെ ഫാമിലിയുടെ സൈസും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെയുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇയാളുടെ വീടാണ്, ഇയാളുടെ ഡേറ്റയാണെന്നൊക്കെ അറിയാൻ പറ്റും. ബട്ട് എന്നാൽ പോലും അത് കുറച്ച് വർക്ക് എടുക്കേണ്ട സാധനമാണ്, കുറച്ച് എഫർട്ട് ഒക്കെ ഇടേണ്ട സംഭവമല്ലേ. അത് ഒഴിവാക്കാനാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഡയറക്ട്ലി നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനോണിമൈസേഷൻ ചെയ്യുന്നത്. ഒന്നുകിൽ പേര് മാറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിൻകോഡ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് മാറ്റും. ഇപ്പൊ ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, അങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ഐഡന്റിറ്റിയുമായിട്ട് കറക്റ്റ് കോറിലേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. ഇപ്പൊ താഴെ ഒരെണ്ണം നോക്കുക, സ്യൂഡോണിമൈസേഷൻ. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഒരു എംപ്ലോയിയുടെ ഐ ഡി ആണ് 1 2 3 4. അപ്പൊ ഈ എംപ്ലോയി ഐ ഡിയിലുള്ള എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് വേണം, അതാണ് ഡേറ്റ. പക്ഷെ അത് ഏത് എംപ്ലോയി ആണെന്ന് അറിയരുത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ഐ ഡി അങ്ങ് ചേഞ്ച് ആക്കുന്നു, യൂസർ A123 എന്നാക്കുന്നു. A123 1234 ആയിരുന്നു, അത് നമ്മൾ എന്താക്കി A123 ആക്കി. അപ്പൊ അത് ചേഞ്ച് ചെയ്യണം. പക്ഷെ ബാക്കി ഡേറ്റ എല്ലാം സെയിം ആയിരിക്കും, ഈ ഐ ഡി മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി ഡേറ്റ എല്ലാം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ ഏജ്, ഒരാളുടെ വയസ്സ് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് കൊടുക്കുന്നു, 20 to 30.
20 to 30. അപ്പൊ കറക്റ്റ് ഏജ് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ ഏജ്, ഓരോരുത്തരുടെ ഏജും 22, 23, 25 എന്ന് കൊടുക്കുന്നതിന് പകരം ഈ ആൾക്കാരെല്ലാം 20-നും 30-നും ഇടയ്ക്ക് വയസ്സുള്ളവരാണ് എന്ന് കൊടുക്കുന്നു. അപ്പൊ അഡ്വാൻറ്റേജ് എന്താ? കറക്റ്റ് വയസ്സ് നമ്മൾ ആർക്കാണോ ഡേറ്റ കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് ഒരു ഏകദേശ രൂപം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്രസ്സിൽ നിന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടുപേര്, പഞ്ചായത്ത്, വില്ലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. പിൻകോഡ് കട്ട് ചെയ്ത് കളയാം. നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ലെ സിറ്റി കീപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഒരു മെയിൻ അഡ്രസ് ആയിട്ടുള്ള താലൂക്ക്, വില്ലേജ്, പഞ്ചായത്ത്, പിൻകോഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, പോസ്റ്റ് ഓഫീസ്, അതെല്ലാം എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങളുടെ ഡേറ്റയാണ് എന്ന് ഇത് ഉപയോഗിക്കുന്നവർ അറിയരുത്. നിങ്ങൾ എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിയുടെ ഡേറ്റയാണെന്ന് ഈ ഡേറ്റാസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അറിയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താ? പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇതൊക്കെ ചെയ്താലും പ്രൈവസിയിൽ നമുക്ക് ഒന്നും ഇല്ല. നമ്മുടെ പ്രൈവസിയൊക്കെ തന്നെ പോയിട്ടുണ്ട്. അവരെങ്ങനെയെങ്കിലുമൊക്കെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ആരാണെന്ന്. ഡിഫറൻഷ്യൽ പ്രൈവസിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ അനോണിമൈസേഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇല്ലാത്ത കുറച്ച് ഡേറ്റയും കൂടെ അതിനകത്തോട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുക്കും. ഇല്ലാത്ത ഡേറ്റ, ഇപ്പോ നിങ്ങളുടെ പേര് മാറ്റി വേറൊരു പേര് വെക്കുന്നത് പോലെ തന്നെ അതും ഒരു ഡിഫറൻഷ്യൽ പ്രൈവസിയാണ്. നോയിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഈ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഫേക്ക് ഡേറ്റയെ നോയിസ് എന്ന് വിളിക്കും. ഇപ്പം എന്റെ ഡേറ്റ, ബിബിൻ എന്ന് പറയുന്ന ആളുടെ ഡേറ്റ, എനിക്ക് 28 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ട്, എന്റെ പേര് ബിബിൻ ചന്ദ്രൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കുറെ ഡേറ്റാസ്, എന്റെ ഫാമിലി ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾ, എന്റെ വർക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു ഡേറ്റയിൽ. അതിലേക്ക് എന്റെ പേര് മാറ്റും. എന്റെ പേരിന് പകരം അരുൺ രാജ് എന്നൊരു പേരിടുന്നു. എന്റെ വയസ്സ് 28 എന്നുള്ളതിന് പകരം 25 എന്നോ 29 എന്നോ 30 എന്നോ ആക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളുടെ പേര് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. പക്ഷെ വർക്ക് ചെയ്ത പോസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. സ്ഥാപനത്തിന്റെ പേര് ചിലപ്പോൾ മാറ്റം വരുത്തും. അപ്പൊ അവിടെ എല്ലാം ചെറിയ ചെറിയ ചേഞ്ച് വരുത്തി തെറ്റായ ഡേറ്റയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കോർ ഡേറ്റ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ ഇത് ആക്യുറസി നിലനിൽക്കുകയും വേണം, എന്നാൽ അതേസമയം എന്റേതാണെന്ന് ആരും അറിയാനും പാടില്ല. ഇപ്പൊ ഡേറ്റയുടെ കൃത്യത നിലനിൽക്കുകയും വേണം, എന്നാൽ ആ കൃത്യതയെ കാര്യമായിട്ട് ബാധിക്കാത്ത ചില എലമെന്റുകളെ ഫേക്ക് ചെയ്യും. പേര് മാറ്റും, ചിലപ്പോൾ അഡ്രസ്സ് മാറ്റും, ഫോൺ നമ്പർ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഫോൺ നമ്പർ വെക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും സത്യസന്ധമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷ്യൽ പ്രൈവസി എന്ന് പറയുന്നത്. അപ്പൊ അനോണിമൈസേഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ പ്രൈവസിയിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ആഡ് ചെയ്യും, റിപ്ലേസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് എ മെയിൻ ഒബ്ജക്റ്റീവ്. ഇത് രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടരുത്. ഡേറ്റ ഉപയോഗിക്കണം, പക്ഷെ അത് ആരുടെ ഡേറ്റയാണെന്ന് അറിയാൻ പാടില്ല. ഓക്കെ. അമേരിക്കയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായിട്ടുള്ള വലിയ കമ്പനീസ് ആയിട്ടുള്ള ആപ്പിള്, ഗൂഗിള്, ഇവൻ US-ന്റെ സെൻസസ് ബ്യൂറോ ഒക്കെ തന്നെ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ മെത്തേഡ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇതില് പ്രൊട്ടക്ഷന് വേണ്ടി കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻക്രിപ്ഷൻ? എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജസ് ഒക്കെ അയക്കുന്ന സമയത്ത്, അല്ലെ ഡേറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടി ഹാക്കർ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് കയറി നിങ്ങളുടെ ഈ മെസ്സേജസിനെ ഒന്നും ഹാക്ക് ചെയ്യാൻ പാടില്ല, ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അയാൾ ആ മെസ്സേജിൽ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ എൻക്രിപ്ഷനിൽ ഒരു പ്ലെയിൻ ടെസ്റ്റിന് നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജ്, ഹലോ ഹൗ ആർ യു എന്നൊരു മെസ്സേജ് നിങ്ങൾ അയക്കുന്നു എന്ന് വിചാരിക്കുക. ഈ മെസ്സേജ് ഇന്റർനെറ്റ് വഴിയാണ് സെൻഡ് ആവുന്നത്. സോ ഒരു ഹാക്കറിന് ഈ നെറ്റ്വർക്കിലേക്ക് കയറി ഈ ഹലോ ഹൗ ആർ യു എന്ന് പറയുന്ന മെസ്സേജ് എടുക്കാൻ പറ്റും. നിങ്ങൾ വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഇമെയിലൊക്കെ അയക്കുന്ന മെസ്സേജുകളും മെയിലുകളും ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ അയാൾ ഹാക്ക് ചെയ്താലും അയാൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു രൂപത്തിലാണെങ്കിലും അങ്ങനെ ഒരു രൂപത്തിലാക്കുന്നതാണ് ഈ എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ. സോ ഇവിടെ ഒരു പ്ലെയിൻ ടെസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, പബ്ലിക് കീ, പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞ 2 കീസ് ഉണ്ട്. സോ ഈ പബ്ലിക് കീ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. എൻക്രിപ്ഷൻ മീൻസ് കൺവേർട്ടിംഗ് മെസ്സേജസ് ഇൻടു എ കോഡ്. വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കോഡാക്കി മാറ്റുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ കോഡ് ആവുന്നതിനെ സൈഫർ ടെക്സ്റ്റ് എന്ന് വിളിക്കും. ദെൻ ഇത് ആർക്കാണോ അയച്ചത് അയാളുടെ കയ്യിൽ ഒരു പ്രൈവറ്റ് കീ ഉണ്ടായിരിക്കും.
ഒരു പാസ്വേഡ് പോലത്തെ ഒരു സീക്രട്ട് കീ. ആ സീക്രട്ട് കീ ഉപയോഗിച്ചാൽ മാത്രമേ ഈ സൈഫർ ടെക്സ്റ്റ് വീണ്ടും എന്തായി മാറുള്ളൂ? പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട്, നമ്മൾ അയച്ച മെസ്സേജ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡീക്രിപ്ഷൻ എന്നാണ്. ഡീക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും. സോ എൻക്രിപ്ഷൻ ഈസ് കൺവേർട്ടിംഗ് മെസ്സേജ് ഇൻ ടു എ കോഡ്. ഡീക്രിപ്ഷൻ ഈസ് കൺവേർട്ടിംഗ് കോഡ് ഇൻ ടു എ മെസ്സേജ്. അപ്പൊ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ മുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, 1 സെക്കൻഡ്, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഹൗ ഡസ് എൻക്രിപ്ഷൻ വർക്ക്. ഒരു ഹലോ എന്ന് പറയുന്ന മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോഡാക്കി മാറ്റുന്നു. ആ കോഡ് സൈഫർ ടെക്സ്റ്റ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കിയേ. SNFGNI+KO എന്നാണ് ആയിരിക്കുന്നത്. അപ്പൊ ഇതിന് അർത്ഥം എന്താ? ഇതൊരു ഹാക്കർ ഹാക്ക് ചെയ്താലും അയാൾക്ക് SNFGINOK എന്നൊക്കെ കാണാൻ പറ്റൂ. അല്ലാതെ ഹലോ എന്ന മെസ്സേജ് അയാൾക്ക് ഒരു കാരണവശാലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ മെസ്സേജ് അയാൾക്ക് കിട്ടില്ല. കിട്ടണമെങ്കിൽ അയാൾക്ക് പ്രൈവറ്റ് കീ വേണം. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ മാത്രമുള്ള ഒരു സീക്രട്ട് പാസ്വേഡ് ആണ്. അത് അയാൾ അൺലെസ് ഷെയർ ചെയ്താൽ മാത്രമേ മറ്റൊരാൾക്ക് ഇത് എടുക്കാൻ പറ്റൂ. അപ്പൊ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ആണ് എൻക്രിപ്ഷൻ. നമ്മുടെ വാട്സാപ്പിൽ ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. വാട്സാപ്പ് ചാറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. ഇപ്പൊ വാട്സാപ്പിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു തേർഡ് പാർട്ടി, ഒരു ഹാക്കറിന് നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ഇടിച്ചു കയറി നിങ്ങൾ അയക്കുന്ന വാട്സാപ്പ് മെസ്സേജസ് എടുക്കാൻ പറ്റില്ല. എടുത്താലും നിങ്ങൾ അയക്കുന്നതായിരിക്കില്ല അവൻ കാണുന്നത്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് തിങ്. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിലൊന്നും ഈ എൻക്രിപ്ഷൻ ഇല്ല. അവിടെയൊക്കെ ഹാക്കിംഗ് പോസിബിൾ ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ്, ഇപ്പൊ നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, ഫെയർനെസ് അതുപോലെ തന്നെ പ്രൈവസി. മൂന്നാമത്തതാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സുതാര്യത. ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. എല്ലാം സത്യസന്ധമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ട്രാൻസ്പെറൻസിയിൽ പറയുന്നത്. ഒന്ന്, ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഫ്രം ദം. ആരിൽ നിന്ന് എടുത്തതാണ്? ഡേറ്റ ഓണേഴ്സ്. ആരാ ഡേറ്റ ഓണർ? വി ആർ ദി ഡേറ്റ ഓണേഴ്സ്. സോ നമ്മളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞിരിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ലൊക്കേഷൻ എടുക്കുന്നെങ്കിൽ ആ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. നിങ്ങളുടെ മെസ്സേജസ് എടുക്കുവാണെങ്കിൽ, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്പിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ, എന്ത് ഇൻഫർമേഷൻ ആണോ എടുത്തിട്ടുള്ളത്, എടുത്ത വിവരം എന്താണെന്ന് നമ്മളോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്, എടുത്തോണ്ട് പോകുന്നവർ. ദെൻ നമ്മുടെ ഈ ഡേറ്റ കൊണ്ടുപോയിട്ട് അവരെവിടെങ്കിലും സ്റ്റോർ ചെയ്യുമല്ലോ. നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എവിടെയാണ് സ്റ്റോർ ആയിരിക്കുന്നത്? നമ്മുടെ ഫോണിലാണോ? അല്ല. ഈ എടുത്തോണ്ട് പോകുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ആപ്പുകളുടെ സ്റ്റോറേജ് ഡിവൈസുകളിലാണ്. ഗൂഗിളിന്റെ ആണെങ്കിൽ ഗൂഗിളിന്റെ സെർവറിലായിരിക്കും, സ്റ്റോറേജ് ഡിവൈസിലായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നത് അവരുടെ സെർവറിലായിരിക്കും. അപ്പൊ ഇതൊക്കെ അവിടെ എത്ര സേഫ് ആയിട്ട് അവർ വെച്ചേക്കുന്നത് നമുക്കറിയാവോ? നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ അവരെ വിശ്വസിക്കുക. അവിടെ ഇരിക്കുന്നവർ ഈ ഡേറ്റ എടുത്ത് നോക്കുന്നുണ്ടോ, അവരിതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി ഉണ്ടോ, ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യോ? വി ആർ നോട്ട് അവെയർ. അപ്പൊ അത് നമ്മളെ അറിയിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? കമ്പനീസിനുണ്ട്. എന്ത് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്ത് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് അവർ കീപ്പ് ചെയ്യുന്നത്, വി ഹാവ് ടു നോ. ദെൻ എന്തിനാണ് നമ്മളുടെ ഈ ഡേറ്റാസ് ഉപയോഗിക്കുന്നത്? ഇന്റൻഡഡ് യൂസ് ഓഫ് ഡേറ്റ, അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമ്മളെ അറിയിച്ചിരിക്കണം. ആൻഡ് പാർട്ടീസ് വിത്ത് ഹോം ദ ഡേറ്റ മേ ബി ഷെയർഡ്. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവര് പിന്നീട് ഇത് വേറെ ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, വേറെ ഏതൊക്കെ തേർഡ് പാർട്ടീസിന് ഷെയർ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പരസ്യ കമ്പനികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കണം, തുറന്നു പറഞ്ഞിരിക്കണം. അതിലൊരു തരത്തിലുള്ള ഒളിവോ മറവോ ആവശ്യമില്ല. ആ പ്രിൻസിപ്പിൾ ആണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എല്ലാ വിവരങ്ങളും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിവരങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? എന്തൊക്കെ ഇൻഫർമേഷൻ എടുത്തു, എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്, എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നു. ദെൻ നമ്മളുടെ നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ്. അതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കുക്കീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഈ പല വെബ്സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് കുക്കീസ് അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ കാണും. അപ്പൊ ആ കുക്കീസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കുക്കീസ് അക്സെപ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങളുടെ ഒരുപാട് ഡേറ്റാസ്, ലൊക്കേഷൻ, എവറിത്തിങ് ഈസ് ബീൻ ട്രാക്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡ്സും സർവീസും കിട്ടും. പേഴ്സണലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ നിങ്ങളുടെ ഫീഡിൽ വരുന്നത്. അപ്പൊ അത് അവർ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതാണ് ഈ കുക്കീസ്. അപ്പൊ കുക്കീസ് ഡിനൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്.
അപ്പൊ കുക്കീസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ആഡ്സും മറ്റ് സർവീസസും ഒക്കെ കിട്ടും. അപ്പൊ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും, ചിലർ ഡിനൈ ചെയ്യും. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി യൂസേഴ്സ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ഡേറ്റ എല്ലാം അവർ കൊണ്ടുപോകും. ഇത് പല അഡ്വർടൈസേഴ്സിന് സെല് ചെയ്യും. ചില വെബ്സൈറ്റ് ഉണ്ട് അവിടെ നമുക്ക് അക്സെപ്റ്റ് ഡിനൈ എന്ന ഓപ്ഷൻ ഒന്നും കാണത്തില്ല. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വെബ്സൈറ്റിൽ കയറാതിരിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും സേഫ്റ്റി. നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് ഓണേഴ്സ്? വി ആർ ദി ഓണേഴ്സ്. നിങ്ങൾക്ക് കുറച്ച് അധികാരങ്ങളുണ്ട്. ഒന്ന്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് നോക്കി എന്തൊക്കെയാണ്? നിങ്ങൾക്ക് റൈറ്റ് ടു ആക്സസ് യുവർ ഡേറ്റ. നിങ്ങളുടെ ഡേറ്റ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആസ് എ ഡേറ്റ ഓണർ എന്റെ ഡേറ്റ എപ്പോൾ കാണണമെന്ന് എനിക്ക് തോന്നിയാലും അത് കാണാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റോറി കാണാൻ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം കാണിക്കുകയാണ് സോറി ഇപ്പൊ ഇത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയാൻ അവർക്ക് അധികാരമില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ ആണെങ്കിൽ അത് നിങ്ങളുടെ ഡേറ്റയാണ്, എപ്പോൾ കയറിയാലും ഇത് കാണാൻ സാധിക്കണം. സോ യു ഓൾവേസ് ഹാവ് ദ റൈറ്റ് ടു ആക്സസ് യുവർ ഡേറ്റ ആൻഡ് യു ഹാവ് ദ റൈറ്റ് ടു കറക്റ്റ് ഇന്നാക്യുറസീസ്. നിങ്ങളുടെ ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു പേരടിച്ചു, പേരിൽ മിസ്റ്റേക്ക് വന്നു, അപ്പം അതിനകത്ത് പേര് മാറ്റാനായിട്ട് അപേക്ഷിക്കുമ്പോൾ അവർ പറയാണ് പറ്റത്തില്ല, പേര് മാറ്റാൻ ഇനി പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. പേര് മാറ്റാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. യു ഹാവ് ദ റൈറ്റ് ടു കറക്റ്റ് ഇന്നാക്യുറസീസ്. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ എപ്പോഴും വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. ഞങ്ങളുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനൊന്നും ആർക്കും അധികാരമില്ല. എന്റെ ഡേറ്റയാണ്, എനിക്ക് തോന്നുമ്പോൾ ഡിലീറ്റ് ചെയ്യും. സോ യു ഹാവ് ദ റൈറ്റ് ടു ഡിലീറ്റ് യുവർ ഡേറ്റ. ദെൻ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കൺസെന്റ്. നമ്മുടെ ഡേറ്റ എടുക്കുന്നതിനും അത് ഷെയർ ചെയ്യുന്നതിനും എല്ലാം തന്നെ കൺസെന്റ് വാങ്ങിയിരിക്കണം. കൺസെന്റ് വാങ്ങുന്നില്ല എങ്കിൽ അത് എന്തിനു തുല്യമാണ്? തെഫ്റ്റിന് തുല്യമാണ്, മോഷണത്തിന് തുല്യമാണ്. നിങ്ങളോട് പറയാതെയാണ്, കൺസെന്റ് ഇല്ലാതെയാണ് ഡേറ്റ എടുത്തോണ്ട് പോകുന്നതെങ്കിൽ അത് മോഷണത്തിന് തുല്യമാണ്. ഒരു 3 വർഷം മുമ്പ് വരെ ഫേസ്ബുക്ക് വാട്സാപ്പിനെ ഏറ്റെടുത്തതിന് ശേഷം 2021 വരെ ആക്ച്വലി അവർ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. അവർ നമ്മളുടെ വാട്സാപ്പിലെ ഡേറ്റാസ് നമ്മളോട് അനുവാദം ചോദിക്കാതെ പരസ്യ കമ്പനികൾക്ക് വിൽക്കുന്നുണ്ടായിരുന്നു. 2021 അവരെന്ത് ചെയ്തു? ഇത് ഒഫീഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൺസെന്റ് വാങ്ങിക്കുന്ന പരിപാടിയായിട്ട് വന്നു. എഗ്രിമെന്റ് സൈൻ ചെയ്യണം, പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്രൂവ് ചെയ്യണം, അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവരെന്താണ് എഴുതിയിരുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ഡേറ്റ തേർഡ് പാർട്ടീസുമായിട്ടും അഡ്വർടൈസേഴ്സുമായിട്ടും ഷെയർ ചെയ്യും ഇനി മുതൽ എന്നവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. അതിനർത്ഥം അതിനു മുമ്പ് ചെയ്യുന്നില്ലായിരുന്നല്ല, അതിനു മുമ്പ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മോഷണമാണ്, കുറ്റമാണ്. അപ്പൊ അത് ലീഗലാക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? പ്രൈവസി പോളിസി അപ്ഡേറ്റ് ചെയ്തത്. സോ കൺസെന്റ് വാങ്ങിക്കാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള രീതികളാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ അഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കുക, പ്രൈവസി പോളിസി ടേംസ് എല്ലാം തന്നെ അപ്രൂവ് ചെയ്യുക. ദെൻ നേരത്തെ പറഞ്ഞ കുക്കീസ്, വെബ്സൈറ്റിൽ കയറുമ്പോൾ ഈ കുക്കീസ് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യണോ ഡിനൈ ചെയ്യണോ എന്ന് ചോദിക്കും. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസെന്റ് കൊടുത്തു എന്ന് അർത്ഥം. സോ ദാറ്റ്സ് അപ് ടു യു. ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്ക് കൺസെന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കൺസെന്റ് ഇല്ലാത്ത ഡേറ്റാസ് എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാനും പാടില്ല, ഷെയർ ചെയ്യാനും പാടില്ല. ദെൻ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിന് എന്റെ ഡേറ്റ ഉപയോഗിക്കാനായിട്ട് കൺസെന്റ് കൊടുത്തു. ഫേസ്ബുക്ക് ഈ ഡേറ്റ വേറൊരാൾക്ക് ഇത് മറച്ചു വെക്കാനുള്ള കൺസെന്റ് ഞാൻ കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ ഫേസ്ബുക്കിന് യൂസ് ചെയ്യാനാണ് കൺസെന്റ് കൊടുത്തിരിക്കുന്നത്, അലോ കൊടുത്തിരിക്കുന്നത്. ഫേസ്ബുക്ക് ഇത് എന്നോട് ചോദിക്കാതെ എന്റെ അനുമതി ഇല്ലാതെ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല, അയാള് വേറൊരാൾക്ക് ഷെയർ ചെയ്യാനും പാടില്ല. നിങ്ങളുടെ ഡേറ്റ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ, ഓരോ തവണയും നിങ്ങളോട് കൺസെന്റ് ചോദിച്ചിരിക്കണം. ഇതൊക്കെ റിയാലിറ്റിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ കൺസെന്റ് ഒന്നും ചോദിച്ചിട്ടല്ല ഡേറ്റ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റ ആരുടെയൊക്കെ കയ്യിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. നമുക്ക് എവിടുന്ന ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത്? നിങ്ങളെ പറ്റിക്കാനുള്ള സ്പാം കോൾസും ഒരുപാട് പരസ്യങ്ങളുടെ കോൾസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. വിച്ച് മീൻസ് നിങ്ങളുടെ ഫോൺ നമ്പർ ഒക്കെ ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു? പലയിടത്തുനിന്നും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ്. ചിലര് കാശ് കൊടുത്ത് മേടിക്കും, ചിലര് ഹാക്ക് ചെയ്തെടുക്കും, ചിലര് അൺഒഫീഷ്യലായിട്ട് ഇത് അടിച്ചു മാറ്റും. ദെൻ യു ഹാവ് ടു റെസ്പെക്ട് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് റിഗാർഡിംഗ് ദ ഷെയറിംഗ് ഓഫ് ദ ഡേറ്റ. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും. ചിലർക്ക് അവരുടെ ഡേറ്റ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല, മറ്റു ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല, മറ്റു ചില ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവും.
സോ ഓരോ വ്യക്തികളുടെയും ഇഷ്ടങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കണം. അല്ലാതെ എല്ലാവർക്കുമായിട്ട് ഒരു കോമൺ പോളിസി അല്ല. ചില വ്യക്തികൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. യു ഹാവ് ടു റെസ്പെക്ട് ഈച്ച് ആൻഡ് എവറി വൺസ് പ്രിഫറൻസ് ആൻഡ് റൈറ്റ്സ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓണർഷിപ്പ്. സോ വി ഹാവ് ഓൺലി വൺ മോർ പ്രിൻസിപ്പിൾ റിമൈനിങ്, ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം തന്നെയാണ്, റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അക്കൗണ്ടബിലിറ്റി. നിങ്ങളുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, കമ്പനീസിനെ സംബന്ധിച്ച്, ദേ ഹാവ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. എന്തെങ്കിലും ഒരു എത്തിക്കൽ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് പ്രോംലി. പ്രോംലി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കണം, കറക്റ്റീവ് ആക്ഷൻ എടുത്തിരിക്കണം. ഇപ്പം ഈ വയലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഡേറ്റ നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ എടുക്കുന്നു, ഹാക്കേഴ്സ് ചോർത്തുന്നു, മിസ്യൂസ് ചെയ്യുന്നു, ഇതെല്ലാം വയലേഷൻസ് ആണ്. സോ യു ഹാവ് ടു ആക്ട് ക്വിക്ലി ആൻഡ് പ്രോംപ്റ്റ്ലി. ആ പ്രശ്നം പരിഹരിക്കുക. ഡേറ്റ ഓണർക്ക് അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് വേണ്ടുന്ന രീതിയിലുള്ള കോമ്പൻസേഷനും മറ്റ് റെമഡിയൽ മെഷേഴ്സും കൊടുക്കുക. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ കമ്പനിയുടെ പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലാത്തത് കാരണം ഡേറ്റ ഓണറിന്റെ ഡേറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് പേ ഓഫ്. ഡേറ്റ ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഡേറ്റ ബ്രീച്ച്? ഡേറ്റ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നതിനെയാണ് ഡേറ്റ ബ്രീച്ച് എന്ന് പറയുന്നത്. ഇപ്പം കാണാൻ പാടില്ലാത്ത ആൾക്കാർ നമ്മുടെ ഡേറ്റ കാണുന്നു, അതൊരു ഡേറ്റ ബ്രീച്ച് ആണ്. നോർമലി ഹാക്കേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. അവർ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ അടിച്ചോണ്ട് പോകും. ബ്രിട്ടനിൽ ബ്രിട്ടീഷ് എയർവേസ് എന്ന് പറയുന്ന കമ്പനിയുടെ 2 ലക്ഷം യൂസേഴ്സിന്റെ ഡേറ്റയാണ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഡേറ്റയാണ് ഹാക്കേഴ്സ് അടിച്ചോണ്ട് പോയത്. 2 ലക്ഷം യൂസേഴ്സിന്റെ, അതായത് അവരുടെ സിസ്റ്റത്തിൽ സേവ്ഡ് ആയി കിടന്ന ഡേറ്റാസ് മുഴുവൻ കൊണ്ടുപോയി. അപ്പൊ ചില പേയ്മെന്റ് ഒക്കെ നടത്താനായിട്ട് ഈ OTP ഒന്നും ചോദിക്കത്തില്ല, ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ ഈ കാർഡ് ഡീറ്റെയിൽസ് മാത്രം വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാഷ് ട്രാൻസാക്ഷൻസ് നടത്താനും പേയ്മെന്റ്സ് നടത്താനും പറ്റും. എത്ര കോടി രൂപയുടെ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്? അപ്പൊ അവിടെ ബ്രിട്ടീഷ് എയർവേസിന്റെ ഉത്തരവാദിത്തമാണ് ആ കാർഡ് ഹോൾഡേഴ്സിന്റെ എല്ലാ നഷ്ടങ്ങളും പരിഹരിക്കുക എന്നുള്ളത്. ദേ ഹാവ് നോ അതർ ചോയ്സ്. സോ എങ്ങനെയുള്ള ഡേറ്റ ബ്രീച്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ യു ഹാവ് ടു അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എനി ഹാം ടു ഡേറ്റ ഓണേഴ്സ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കണം. ആൻഡ് ആ പ്രശ്നങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. അതിന് വേണ്ടുന്ന പ്രൊട്ടക്റ്റീവ് ആക്ഷൻസും നിങ്ങൾ എടുത്തിരിക്കണം. സോ ദീസ് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ എത്തിക്സ്. ഫെയർനെസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മ വരേണ്ടത്. ദെൻ പ്രൈവസി, അതിൽ നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ അനോണിമൈസേഷനും ഡിഫറൻഷ്യൽ പ്രൈവസിയുമാണ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. ദെൻ നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് വാട്ട് വാസ് ദാറ്റ്? ട്രാൻസ്പെറൻസി. വൺ മോർ തിങ് വാസ് ദർ, ട്രാൻസ്പെറൻസി കഴിഞ്ഞിട്ടാണ് ഓണർഷിപ്പ് വരുന്നത്. ആൻഡ് ഫൈനലി അക്കൗണ്ടബിലിറ്റി. ദീസ് ആർ ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റ എത്തിക്സ്. ഇനി ഇതില് ഒരു അവസാനത്തെ ഐറ്റം ആയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയന്റെ GDPR എന്ന് പറയുന്നൊരു നിയമമാണ്. യൂറോപ്യൻ യൂണിയൻ കംപ്രൈസസ് ഓഫ് മെനി കൺട്രീസ്. അപ്പൊ അവിടെ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ, യൂറോപ്യൻ യൂണിയന്റെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന്റെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ റൈറ്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ടും ഒരു നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് GDPR അഥവാ ദി ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ഈ GDPR ആക്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റൈറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് റൈറ്റ്സ് ആയിട്ട് വരുന്നത്. സോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, അത് എത്തിക്സ് ആണ്. ഇത് നിയമമാണ്, ഇത് ലീഗലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലീഗാലിറ്റി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിയമപരമായിട്ടുള്ള കേസ് ഉണ്ടാവും, പിഴയടക്കേണ്ടി വരും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. എന്തൊക്കെയാണ് റൈറ്റ്സ് എന്ന് നോക്കി. ഒന്ന്, ആക്സസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കൺസെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ എപ്പോ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. യു ഹാവ് ദ റൈറ്റ് ടു റിക്വസ്റ്റ് ആക്സസ് ടു ഇൻസ്പെക്ട് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ. ആ ആക്സസ് ഡിനൈ ചെയ്താൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. യു ഓൾവേസ് ഹാവ് ദ റൈറ്റ് ടു ആക്സസ് യുവർ ഡേറ്റ. ദെൻ ഇതും നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ കറക്റ്റ് ചെയ്യാൻ, ഇന്നാക്യുറസീസ് ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ കറക്ഷൻ നടത്താൻ, എറേഴ്സ് തിരുത്താനായിട്ടുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ആർക്കുണ്ട്? ഡേറ്റ ഓണറിനുണ്ട്.
3 പോർട്ടബിലിറ്റി. എന്താ പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സിം ഒക്കെ പോർട്ട് ചെയ്തില്ലേ, ഐഡിയയിൽ നിന്ന് വോഡഫോണിലേക്ക്, അതിൽ നിന്ന് ജിയോയിലേക്ക്. അപ്പൊ ട്രാൻസ്ഫറിങ് ആണ്. ഒരാളുടെ കയ്യിൽ നിങ്ങൾക്ക് ഡേറ്റ സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് വേറൊരാളിലേക്ക് ആ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. സോ യു ഹാവ് ദ റൈറ്റ് ടു റിക്വസ്റ്റ് ട്രാൻസ്ഫർ ഫോർ ദെയർ പേഴ്സണൽ ഇൻഫർമേഷൻ ടു അനദർ എൻറ്റിറ്റി. മറ്റൊരാളിലേക്ക് നിങ്ങളുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് സമയത്തും ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിങ്ങളുടെ ഡേറ്റ അത്ര സേഫ് അല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നീ സൂക്ഷിക്കേണ്ട, നിന്നെ എനിക്ക് വിശ്വാസമില്ല, ഇത് അവരുടെ കൈ കൊടുക്കൂ, അവരാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയാൽ യു ഹാവ് ദ റൈറ്റ് ടു റിക്വസ്റ്റ് ദാറ്റ്. അപ്പൊ ഓർത്തിരിക്കുന്ന വാക്കുണ്ട്, റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ കയ്യിലല്ല ഇതിന്റെ പവർ ഇരിക്കുന്നത്, നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ. ഇത് ചെയ്തു തരേണ്ടത് ആരാ? ആ ഡേറ്റ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്തു തരേണ്ടത്. അപ്പൊ അവരത് ചെയ്ത് തന്നില്ല എങ്കിൽ ഈ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. റൈറ്റ് ടു ഇറേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മായ്ച്ചു കളയാ. യു ഹാവ് ദ റൈറ്റ് ടു ഡിലീറ്റ് യുവർ ഡേറ്റ. നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യിക്കാം. ഇതിന് വേണ്ട, ഈ ഭൂമിയിൽ ഈ ഡേറ്റയുടെ ആവശ്യം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു ഹാവ് ദ റൈറ്റ് ടു ഡിലീറ്റ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻസ്. അതിനെയാണ് റൈറ്റ് ടു എറേസർ എന്ന് പറയുന്നത്. എറേസർ എന്ന് നമ്മൾ പണ്ട് മായ്ച്ചു കളയുന്നതിനെ പറയത്തില്ലേ, അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. കൺസെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, അനുവാദം അല്ലെ. നിങ്ങളുടെ ഡേറ്റ മറ്റുള്ളവർക്ക് വിൽക്കുമ്പോഴും നിങ്ങൾ ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യുമ്പോഴും എല്ലാം തന്നെ ഡേറ്റ ഓണറുടെ കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. കൺസെന്റ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ ഷെയർ ചെയ്യുകയോ വിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഗെയിൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ആൻഡ് ഫൈനലി അപ്പീൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റൈറ്റ് കമ്പനീസ് ഡിനൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെതിരെ അപ്പീൽ കൊടുക്കാം. നിയമപരമായിട്ട് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരവും കമ്പനിക്ക് വലിയ പിഴയും കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായിരിക്കും. സോ അപ്പീൽ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും റിക്വസ്റ്റ് കമ്പനി ഡിനൈ ചെയ്യുകയാണെങ്കിൽ, ആക്സസ് ഡിനൈ ചെയ്തു, കറക്ഷൻ ഡിനൈ ചെയ്തു, എറേസർ ഡിനൈ ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിനൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോരാടാം. സോ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ എത്തിക്സ് ആണ്. അത് എത്തിക്കലി ഫോളോ ചെയ്യേണ്ടതാണ്. അത് നിയമപരമായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ അല്ല. പക്ഷെ ഇത് നിയമമാണ്. ദിസ് ഇസ് എ ലോ. യൂറോപ്യൻ യൂണിയന്റെ GDPR ആക്ട് ആണ്. അപ്പൊ ഇത് ആർക്കൊക്കെയാ ബാധകം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പം നിങ്ങളൊരു ഇന്ത്യൻ കമ്പനിയാണ്, യൂറോപ്യൻ യൂണിയനിലുള്ള ഒരാളുടെ ഡേറ്റ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ മിസ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഈ റൈറ്റ്സ് വയലേറ്റ് ചെയ്തു. അപ്പൊ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വരും. പക്ഷെ നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റൂൾ ആപ്ലിക്കബിൾ ആവുമോ? അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു സിറ്റിസണിന് ഈ ഒരു GDPR ആക്ട് വെച്ച് പ്രൊട്ടക്ഷൻ കിട്ടുമോ? കിട്ടത്തില്ല. യൂറോപ്യൻ യൂണിയന്റെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് സംരക്ഷണം നൽകാനാണ് ഈ ഒരു നിയമമുള്ളത്. അത് ഓർത്തിരിക്കുക. പക്ഷെ ഡേറ്റ അടിച്ചുകൊണ്ട് പോകുന്നവർ ഏത് രാജ്യക്കാരും ആവാം. അമേരിക്കക്കാരനായിരിക്കാം, ചൈനക്കാരനായിരിക്കാം, ബംഗ്ലാദേശുകാരനായിരിക്കാം, ഇന്ത്യക്കാരനായിരിക്കാം. കുറ്റവാളികൾ ഏത് രാജ്യത്തുനിന്നും ആയിക്കോട്ടെ, ഡേറ്റ ആരുടെ എടുത്തോണ്ട് പോകണം? ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ലാത്തത് യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളിൽ പെടുന്ന സിറ്റിസൺസിനെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ എത്തിക്സ് എന്ന് പറയുന്ന പുതിയ ടോപ്പിക്. അപ്പൊ എന്തായാലും ഇത് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.